ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഒരു മിനിറ്റ് ഈ വെള്ളം രാമ 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 ഹരേ കൈ നനച്ചോളൂ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇതാരൊന്നും മിണ്ടാത്ത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് ഇന്നലത്തെ പാരായണങ്ങളൊക്കെ നന്നായി നടന്നിട്ടുണ്ടാവും. ആരൊക്കെയാണ് വന്നതെന്നറിയില്ല. വന്നിരുന്നോ? എല്ലാവരും വന്നു അല്ലേ? നന്നായി. ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് പാരായണം ചെയ്തു സമർപ്പിച്ചു. അപ്പം ഞാൻ ഇന്നലെ ചോദിക്കാൻ വന്നപ്പോൾ വൈകി. അത് കാരണം കൊണ്ട് ചോദിക്കാൻ സാധിച്ചില്ല ആരുടെ അടുത്തും. ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് സമർപ്പിച്ച ഭാഗം തൊട്ടിട്ടാണ് നമ്മളിന്ന് പാരായണം ചെയ്യണത്. ആ ഭാഗം തൊട്ടിട്ടാണ്. ഇന്നലെ സ്തുതികളൊക്കെയല്ലേ വായിച്ചത്. അപ്പോൾ ആ ഭാഗം തൊട്ടിട്ട് ഇന്ന് പാരായണം ചെയ്യാം. പിന്നെ പോയ വിശേഷങ്ങളൊക്കെ നമ്മുടെ പാരായണം കഴിഞ്ഞ് അതിന് ശേഷം പറയാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം. വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം. ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ജാനകീ ജീവനസ്മരണം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീഹരയേ നമ. നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ച ഭാഗങ്ങൾ എല്ലാവരും വന്ന് അച്ഛൻ ദശരഥൻ ഒക്കെ വന്ന് അനുഗ്രഹിച്ചു. എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാവരും അവരവരുടെ വാസസ്ഥാനത്തേക്ക് തിരിച്ചു പോയി എന്നൊക്കെയുള്ള ഭാഗങ്ങളാണ് നമ്മളിതാ. അതായത് ദേവന്മാരൊക്കെ അവരവരുടെ സത്യലോകത്തേക്കും അതുപോലെ കൈലാസത്തിലേക്കും വിഷ്ണുലോകത്തിലേക്കൊക്കെ പോയി അവരൊക്കെ അവിടെ സ്വസ്ഥരായിട്ടിരുന്നു. എല്ലാ ദുഃഖങ്ങളും തീർന്ന് ദേവന്മാരൊക്കെ സ്വസ്ഥരായിട്ടിരുന്നു. എല്ലാവരും ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വാഴ്ത്തി സ്തുതിച്ചു എന്നുള്ള ഭാഗം വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇനി അടുത്തത് അയോധ്യയിലേക്കുള്ള യാത്ര എന്നുള്ള ഭാഗമാണ് പാരായണം ചെയ്യേണ്ടത്. ഇപ്പോൾ ഇന്ന് പാരായണം ചെയ്ത് എവിടെ നിർത്തണോ അവിടെ നിർത്തിയിട്ട് ബാക്കി ഭാഗം മുഴുവനും നാളെ പാരായണം ചെയ്ത് സമർപ്പിക്കും. നാളത്തെ ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ശ്രീരാമ പട്ടാഭിഷേകം സമയം വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അഷ്ടോത്തര അർച്ചന കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ നമുക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ആ ഭഗവാന്റെ നാമം ജപിച്ച് 2 പൂവ് അർച്ചിക്കുക എന്നുള്ളത് അത് നമുക്ക് അറിയുന്ന പോലെ ഉചിതം പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഭഗവാന്റെ നാമം ജപിച്ച് 2 പൂക്കൾ ഇടുക എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരു ദോഷവും ആർക്കുമില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിനൊരു ആനന്ദം തന്നെയാണ് തരിക. ഈശ്വരനെ നമ്മൾ ആ ഒരു ദിവസം അവരൊക്കെ ആ പട്ടാഭിഷേകം കഴിഞ്ഞ് എല്ലാവരും പൂജിക്കുന്നു. അപ്പോൾ നമുക്കും പൂജിക്കേണ്ടേ. അപ്പോൾ പട്ടാഭിഷേക പാരായണം വായിച്ചിട്ട് അവിടെ നിർത്തിയതിന് ശേഷം ഇങ്ങനെ നമുക്ക് അഷ്ടോത്തരമൊക്കെ ചൊല്ലി ഭഗവാന് പൂക്കളൊക്കെ സമർപ്പിച്ചതിന് ശേഷം ബാക്കി ഭാഗങ്ങളും കൂടി വായിച്ച് സമർപ്പിക്കാം എന്നാണ് നാളത്തെ തീരുമാനം. അപ്പോൾ നാളെ വ്യാഴാഴ്ചയാണ്. കുറച്ച് സമയം അതിനിടയ്ക്ക് നമുക്ക് നാമം ജപിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നാളത്തെ നാമജപം തുടക്കത്തിലല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് ജപിക്കാം. അപ്പോഴല്ലേ നമ്മളെല്ലാം സമർപ്പിച്ചിട്ട് നാമം ജപിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ പാരായണത്തിലോ ഏതെങ്കിലും നമ്മുടെ കർമ്മങ്ങളിലോ എന്തെങ്കിലും ഒരു ച്യുതി വന്നിട്ടുണ്ട്, നമ്മുടെ ശ്രദ്ധയിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഒരു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ആ ദോഷങ്ങളെല്ലാം തീർത്തു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു യജ്ഞത്തിൽ ഇവിടെ നേരിട്ടിട്ടും അല്ലാണ്ടും വന്ന് പങ്കെടുത്ത ഒരു ദിവസം പോലും പങ്കെടുത്ത ഓരോരുത്തർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവരുടെയും ആ മനസ്സ് ശാന്തമാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് നാമം ജപിച്ച് സമർപ്പിക്കാം. അപ്പം ഇന്നത്തെ പാരായണം നമുക്ക് ആരംഭിക്കാം. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിലത്രൈവ സന്തുഷ്ടനായി മംഗലാദേവതായാകിയ സീതയാ മംഗലസ്നാനവുമാചരിച്ചിടണം. മേളമായിന്നു വിരുന്നും കഴിഞ്ഞങ്ങു നാളെ അങ്ങോട്ടെഴുന്നള്ളുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനോ അരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിൽ ആദിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നതോ ഞാനവൻ തന്നോടുകൂടി കഴിഞ്ഞൊരലങ്കാരങ്ങളൊന്നും അനുഷ്ഠിക്കയില്ല എന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകെന്നുള്ളതും സ്നാനാശനാദികളാചരിക്കുന്നതും നൂനാമവാനോടുകൂടിയാവതോ എന്നു 14 സംവത്സരം തികഞ്ഞുന്ന
തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാനന്നു തന്നെ, എന്നാൽ അവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതു കൊണ്ടുഴറുന്നതു ഞാനിഹ വന്നു സമയവുമേറ്റാമടുത്തങ്ങു. ഹരേ കൃഷ്ണ. ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ, നിന്നിൽ വാത്സല്യമില്ലായ്കയുമില്ലമേ. സത്കരിച്ചിടൂ നീ സത്വരാമെന്നുടെ മർക്കര വീരരെയൊക്കെ സാദരം. പ്രീതി അവർക്കു വന്നാലെനിക്കും വരും പ്രീതി, അതീനോടു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോട് പൂജിച്ചതിൻ ബലം വന്നുകൂടും. കവി വീരരെ പൂജിച്ചാൽ പാനശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർക്ക് അലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു. കവികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രാമയോധ്യക്കെഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രക്തിഞ്ചരാധിപാനിഥാമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യായാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടു മനുജനോടും ചെന്നു മാനവീരൻ വിമാനവുമേറിനാൻ. ആർക്കാത്മജാതി കബീവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിരാതരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു. മിത്രകാര്യം കൃത്യമായതോ നിങ്ങളാൽ ശത്രുഭയാമിനി നിങ്ങൾക്കകപ്പെടാ. മർക്കട രാജ സുഗ്രീവ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാധീശ്വരായിഷ വിഭീഷണ, ലങ്കയിലാശു പോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകുസനിധാമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാൻ. ഞങ്ങളും കൂടെ വിടാകൊണ്ട് അയോധ്യയിലങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു. അമ്മാറഭിഷേകവും കണ്ടു. തങ്ങൾക്കുള്ളവിടെ ഉണ്ടാകവേണം തിരുമനസ്സിങ്കലേ. കുണ്ഠത ഞങ്ങൾക്കു ഉണ്ടാകവേണം തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരൂ ജഗത് പ്രഭോ. അങ്ങിനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കുമങ്ങിനെ തോന്നിയാതത്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ സങ്കടമെന്നിയേ മിത്രാവിയോഗജം. സേനയാ സാർദ്ധം നിശാചരാരാജനും വാനരന്മാരും വിമാനമേറിയിടിനൻ. സംസാരനാശാനുജ്ഞയാ പുഷ്പകം ഹംസാസമാനം സമുൽപതിച്ചു. തഥാ നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനം രാമനെ കണ്ടു. രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിതംബരാന്തേ. തഥാ മിത്രബിംബം കണക്കേ ധനദാസനം ഉത്സംഗസീമനി വന്യസ്യ സേതം. ഭക്തവത്സലന്നാലുദിക്കും പുനരാലോക്യ വത്സേ. ജനകാത്മജേ ശൃണു വല്ലഭേ സൽസേവിതേ സരസീരുഹാലോചനെ. പശ്യത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വാവിമോഹനാമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാണതീലങ്ങു ശോണിത കർദ്ദമാ മാംസാസ്തി പൂർണ്ണം ഭയങ്കരം. തത്രൈവ വാനരാ രാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമായുണ്ടായ സങ്കരം. തത്രൈവ രാവണൻ വീണു അസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകാരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്രേ മരിച്ചതു വല്ലഭേ. വൃത്രാരിജിത്തു മതികായനം പുനാരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു. പിന്നെയും മറ്റുള്ള കൗപണന്മാരെ കവികൾ കൊന്നിടിനാൻ. സേതു ബന്ധിച്ചതും കാണടോ സാഗരേ. ഹേതു ബന്ധിച്ചതിന്നു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ. പഞ്ചപാതകനാശനം ത്രൈലോക്യ പൂജിതം കണ്ടാലുമുണ്ടം. ദുരിത വിനാശനം കണ്ടാലും അങ്ങ്
കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകാഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചതുത്തമനായ വിഭീഷണം വല്ലഭേ പുഷ്കരാനത്രേ പുരോപവി കാണടോ കിഷ്കിന്ധയാകും കവീന്ദ്രാപുരീമിമാം ശ്രുത്വാ മനോഹരം പത്തുവാക്യം മുതാ പത്യുസുതയു അപേക്ഷിച്ചു തന്നേരം താരാദികളായുള്ള വാനരാസുന്ദരിമാരെയും കൊണ്ടങ്ങു കൊണ്ടുപോയിടണം കൗതൂഹലമയോധ്യാപുരീവാസിനാം ചേതസീഭാരമുണ്ടായി വരും നിർണയം വാനരാവീരരു മുട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു ഭർത്തൃവിയക ദുഃഖമേ ഇന്നെന്നോളം മിത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടി കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യനായകനുള്ളിലാകൂതമപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാണതു കണ്ടരുൾ ചെയ്തു രഘുത്തമൻ വാനരാവീരരെ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവീനെ വരും മർക്കടാവീരരതു കേട്ടുമോദേന കിഷ്കിന്ധ പുക്കു നിജാങ്കനമാരെയും പോകുന്നു ചൊല്ലി വിമാനം കരേറ്റിനാൻ താരാർമകളായ ജാനകീദേവിയും താരാരുമാദികളോടുമോതന്യതം ആലോകനാലാപമന്ദഹാസാദികാടാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേനതം പ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും വിശ്വൈകനായകൻ ജാനകിയോടരുളി ചെയ്തതു പരമാനന്ദ സംയുതം പശ്യാമനോഹരേ ദേവി വിചിത്രമം ഋഷ്യമുഖാജലമുത്തുംഗമെത്രയും അത്രൈവ വൃത്താരിപുത്രനെ കൊന്നതും മുക്തങ്കി പഞ്ചാവടി നാം ഇരുന്നേടം വന്ദിച്ചുകൊള്ളുക അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിന്ദീവരാക്ഷി സുധീഷണാശ്രമത്തെയും ചിത്രകൂടാജലം പണ്ടു നാം വാണേടം അത്രൈവ കണ്ടു പരാതനെ നാമെടോ ഭദ്രേ മുതാ ഭരദ്വാജാശ്രമം കാൺക ശുദ്ധീകരം യമുനാതടാശോഭിതം ഗംഗാനദീയതിന്നങ്ങേതിനങ്ങു ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ പിന്നെ സരയൂ നദീ അതിന്നങ്ങേതു ധന്യം അയോധ്യാനഗരം മനോഹരേ ഇഥാമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്താമറിഞ്ഞാശു താണു വിമാനവും വന്ദിച്ചു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചതപ്പോൾ അയോധ്യയിലാമയാവേതുമൊന്നില്ലയല്ലീ മുനെ മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും താപസശ്രേഷ്ഠനരുൾ ചെയ്തന്നേരം താപാമൊരുവർക്കുമില്ല അയോധ്യാപുരേ നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലാമൂലവും ഭക്ഷിച്ചു ഭക്തിയ ജഡാവൽക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനം നിന്നെയും പാത്തു അഹന്ത സിംഹാസനെ പാതുകം വച്ചു മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും തൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നതു ചിൽപുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവസഖ്യവും യാതുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമദ്യാന്തമില്ലാത്ത പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷതൻ നിന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ ധനന്തൻ ജഗൽ പ്രഭോ ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്ന അയോധ്യാപുരം പുക്കിയിടടുത്ത നാൾ കർണാമൃതമുനി വാക്കു കേട്ടുപോയി പർണശാലാമകം പുക്കിതു രാഘവൻ പൂജിതനായി ഭ്രാത് ഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ ജാനകീ ജീവനസ്മരണം
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. അങ്ങനെ അയോധ്യയിലേക്കുള്ള യാത്രയാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിഭീഷണൻ ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങയുടെ ദാസനായിട്ടുള്ള ഇവൻ്റെ നേർക്ക് അല്പമെങ്കിലും വാത്സല്യം ഉണ്ടെന്ന് വിചാരിച്ചാൽ സീതയോട് കൂടിയിട്ട് അങ്ങ് ഇവിടെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് നാളെ തിരിച്ചു പോവാം എന്ന് പറയണം. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞു, ഒരുപാട് സന്തോഷമായി. കാരണം അങ്ങനെ പറയാൻ തോന്നിയത് ഒരുപാട് സന്തോഷമായി. പക്ഷേ ഞാൻ എൻ്റെ അനുജനായിട്ടുള്ള ശത്രുഘ്നനോട് കൂടി മാത്രമേ ഇനി ആഹാരം കഴിക്കുകയുള്ളൂ. മറ്റൊരു രാജ്യത്ത് ഞാൻ ഇരിക്കില്ല. ആ ശത്രുഘ്നനെന്താ ആദിയോടുകൂടി എന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് എന്നാണോ 12 വർഷം തികയണത്, അന്ന് ഞാൻ അവിടെ എത്തിപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനടുത്ത ദിവസം ഭരതൻ അഗ്നിയിൽ ചാടി മരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ ഒരു സ്ഥലത്തു നിന്നും ഒന്നും ഭക്ഷിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൂടെയുള്ള ഈ വാനരന്മാരെയൊക്കെ അവർക്കൊക്കെ ആഹാരം കൊടുത്താൽ എനിക്ക് വളരെ സന്തോഷമായി. അതുകൊണ്ട് ഇവർക്കൊക്കെ വേണ്ടത്ര എല്ലാം അവരെ ആദരിക്കൂ, അവരെ സന്തോഷിപ്പിക്കൂ. അപ്പോൾ അത് എന്നെ പൂജിച്ചതിന് തുല്യമാകും എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാനരന്മാർക്ക് തൃപ്തിയാവുന്ന അത്രയ്ക്ക് പാനീയങ്ങളും വസ്തുക്കളും സ്വർണ്ണഭൂഷകളും രത്നാഭരണങ്ങൾ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അവരെ പൂജിച്ചു. അങ്ങനെ അയോധ്യയിലേക്ക് വേഗം പോകാൻ വേണ്ടിയിട്ട് ഞാനിതാ പുഷ്പക വിമാനം തന്നയക്കാം എന്ന് പറഞ്ഞ് ആ പുഷ്പക വിമാനത്തിനെ വരുത്തി. അങ്ങനെ ആ പുഷ്പക വിമാനം വന്നപ്പോൾ സീതയോടും ലക്ഷ്മണനോടും കൂടിയിട്ട് ഭഗവാൻ ആ വിമാനത്തിൽ കയറിയിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു. സുഗ്രീവാദികളായുള്ള ആ വാനരന്മാരോടും രാക്ഷസാധിപനായിട്ടുള്ള വിഭീഷണനോടും മറ്റുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാനിതാ അയോധ്യയിലേക്ക് പോവുകയാണ്. നിങ്ങൾ എൻ്റെ മിത്രങ്ങളായിട്ട് നിന്ന് വേണ്ടതുപോലെയൊക്കെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചു. അപ്പം നിങ്ങൾക്കിനി ശത്രുഭയം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് പോവുകയാണ്. അങ്ങനെ പോണ സമയത്ത് വീണ്ടും അവരെല്ലാവരും കൂടിയിട്ട് ആ ഭഗവാനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കും കൂടി അയോധ്യയിലേക്ക് വന്നാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. ആ കൗസല്യാദികളായിട്ടുള്ള അമ്മമാരെയൊക്കെ കണ്ട് നമസ്കരിച്ചിട്ട് അങ്ങയുടെ ആ പട്ടാഭിഷേകമൊക്കെ വേണ്ടതുപോലെ നടത്തിയിട്ട് അങ്ങയുടെ അനുജന്മാരെയൊക്കെ കണ്ട് എല്ലാവരെയും നമസ്കരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നോളാം. അങ്ങയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു അത്യത്ഭുതത്തോടു കൂടി പറഞ്ഞു, എൻ്റെ മനസ്സിലെ ആഗ്രഹം നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളും കൂടി ചോദിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് ആശ്ചര്യം ഉളവാക്കണം. എൻ്റെ മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിച്ചുല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വേഗം വിമാനത്തിൽ കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഭീഷണനും ആ വാനരന്മാരും എല്ലാവരും കൂടി വിമാനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ ആ സീതാദേവിയെ തൻ്റെ മടിത്തട്ടിലിരുത്തിക്കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ജാനകി നോക്കൂ, നമ്മൾ ത്രികൂടാചലത്തിൻ്റെ കൊടുമുടിയിലാണ് ഇപ്പോൾ ഉള്ളത്. താഴെ കണ്ടോ, ലങ്കാനഗരം കണ്ടോളൂ. ആ ലങ്കാനഗരത്തിൽ ഇവിടെയാണ് യുദ്ധം നടന്നത്, ഇവിടെയാണ് രാവണനെ വധിച്ചത്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനം നീങ്ങുന്നതിനനുസരിച്ചിട്ട് ആ സേതുബന്ധനം കാണിച്ചു കൊടുത്തു. ഈ സേതുബന്ധനം ഉണ്ടാവാൻ കാരണം നീയല്ലേ? ആരാണോ ഈ സേതുബന്ധനത്തെ സ്മരിക്കുന്നത്, ഈ സേതുബന്ധനത്തെ കണ്ടു വണങ്ങുന്നത്, അവർക്കൊക്കെ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും തീർന്ന പാപങ്ങളെല്ലാം ഇല്ലാണ്ടാവും. 5 വിധത്തിലുള്ള മഹാപാപങ്ങളുണ്ട്. ആ മഹാപാപങ്ങൾ മുഴുവനും ഇല്ലാണ്ടാവും എന്ന് പറയുന്നു. അതിന് അപ്പുറത്ത് കാണുന്നതാണ് രാമേശ്വരം. അവിടെ ഞാൻ മഹാദേവനെ പ്രതിഷ്ഠ ചെയ്ത് പൂജിച്ചിട്ടുണ്ട്. നീയും ആ മഹാദേവനെ വണങ്ങൂ എന്ന് പറഞ്ഞു. അപ്പോൾ സീത അത്യാദരവോട് കൂടിയിട്ട് ആ മഹാദേവനെ വണങ്ങി.
പിന്നെ അവിടെ നിന്ന് ഇതാ പറഞ്ഞു, വിഭീഷണൻ ഇവിടെ വന്നിട്ടാണ് എന്നെ, അവിടെ പിന്നെ അത് കരയിലേക്കാണല്ലോ വിഭീഷണൻ വന്നത്, ഇവിടെ വന്നിട്ടാണ് എന്നെ അഭയം പ്രാപിച്ചത്, ആ മുന്നിൽ കാണുന്നതാണ് കിഷ്കിന്ധ എന്നുള്ള നഗരമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കിഷ്കിന്ധയിലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വച്ചിട്ടാണ് വാനരന്മാരെയായിട്ട് കണ്ടത് എന്നുള്ളത് പറഞ്ഞപ്പോൾ സീതാദേവി ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ രൂമ തുടങ്ങിയിട്ടുള്ള ആ വാനര സ്ത്രീകളെയും കൂടി നമുക്ക് അയോധ്യയിലേക്ക് കൊണ്ടുപോവാം. അവരെത്ര കാലമായി അവരുടെ ഭർത്താവിനെ പിരിഞ്ഞിരിക്കണു. അപ്പോൾ അതുകൊണ്ട് ഈ വിരഹ ദുഃഖം എന്നോളം അറിഞ്ഞവരാരും ഈ ലോകത്തുണ്ടാവില്ല, അതുകൊണ്ട് അവരുടെ ദുഃഖം എനിക്കറിയാം, അവരെയും കൂടെ കൂട്ടാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വീണ്ടും ശ്രീരാമചന്ദ്രപ്രഭു ഒരുപാട് സന്തോഷിച്ചു. അവരിതാ പറഞ്ഞു എല്ലാവരോടും. അപ്പോൾ അദ്ദേഹം മനസ്സിൽ ചിന്തിച്ച മാത്രമേ ആ പുഷ്പക വിമാനം താഴേക്ക് ഇറങ്ങി നിന്നു. അങ്ങനെ വനരന്മാർ പോയിട്ട് അവരവരുടെ പത്നിമാരെയൊക്കെ കൂട്ടിക്കൊണ്ട് അവർ വീണ്ടും കയറി. അപ്പോൾ എല്ലാവരും പരസ്പരം ആ സീതാദേവി, രൂമ തുടങ്ങിയിട്ടുള്ള ആ വാനര സ്ത്രീകളെ കണ്ടിട്ടും കെട്ടിപ്പിടിച്ചിട്ടും ചിരിച്ചിട്ടും ഒക്കെ എല്ലാവരെയും സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ചു. അങ്ങനെ പറഞ്ഞു, ഏറെ പൊക്കമുള്ളതും ആ വിചിത്രമായിട്ടുള്ളതാണ് ആ ഋഷ്യമുഖ പർവ്വതം ആ കാണുന്നത്. ഇവിടെ വച്ചിട്ടാണ് ഞാൻ ബാലിയെ വധിച്ചത്. നമ്മൾ പിന്നെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ കണ്ടു, അവിടെ കാണുന്നതാണ് പഞ്ചവടി. ഇവിടെയാണ് നമ്മൾ താമസിച്ച പഞ്ചവടി. ഇത് അഗസ്ത്യാശ്രമമാണ്. അതിനപ്പുറത്ത് കാണുന്നത് സുധീഷ്ണാശ്രമമാണ്. അവിടെയൊക്കെ നമസ്കരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ ത്രികൂടാചലം കാണിച്ചു കൊടുത്തു. ഇവിടെ വച്ചിട്ടാണ് ഭരതൻ നമ്മളെ വന്ന് കണ്ടതും പാതുകം വാങ്ങി മടങ്ങിപ്പോയതായിട്ടുള്ള ആ സ്ഥലമാണ്. അപ്പുറത്തുള്ളത് ഭരദ്വാജാശ്രമമാണ്. പിന്നെ ഗംഗാനദി കാണണു. അക്കരയിൽ അകലെ കണ്ടോ, അത് ശൃംഗിവേരാധിപനായിട്ടുള്ള ഗുഹൻ്റെ രാജ്യമാണ്. അതിനപ്പുറത്ത് സരയൂ നദി കണ്ടില്ലേ, ആ സരയൂ നദിയുടെ അപ്പുറത്ത് കാണുന്നു നമ്മുടെ അയോധ്യ നഗരം എന്ന് പറഞ്ഞ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രപ്രഭു ഒരു നിമിഷം ധ്യാനിച്ചപ്പോൾ ആ മനസ്സറിഞ്ഞുകൊണ്ട് വീണ്ടും ആ രഥം താഴേക്ക് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഭരദ്വാജ മഹർഷിയുടെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ചോദിച്ചു, മഹർഷേ, അയോധ്യയിൽ എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ അമ്മമാരൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ? സഹോദരന്മാർക്ക് വിശേഷമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയണു, അയോധ്യപുരിയിൽ ഒരാൾക്കും ദുഃഖമില്ല, എല്ലാവരും സന്തോഷമായിട്ട് വസിക്കുകയാണ്. ആ ഭരതനും ശത്രുഘ്നനും നിത്യം ശുദ്ധിയോടുകൂടിയിട്ട് എങ്ങനെയാണോ കഴിയണത് അതുപോലെ ആ ജടാവൽക്കരം ധരിച്ചിട്ട് ആ ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ആ സത്യസ്വരൂപനായിട്ടുള്ള അങ്ങ് വരുന്നതും പ്രതീക്ഷിച്ച് കഴിയുകയാണ്. ആ സിംഹാസനത്തിൽ അങ്ങയുടെ പാതുകം വച്ചിട്ട് പാതുകം പൂജിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവിടുത്തെ പാദപൂജയായിട്ട് സമർപ്പിച്ചുകൊണ്ട് അങ്ങയെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഇതെല്ലാം എനിക്ക് ആ ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സീതാപഹരണം, സുഗ്രീവ സഖ്യം, ആ രാക്ഷസ സംഹാരം, ഇതൊക്കെ കണ്ടിട്ട് ആർക്കും തിരിച്ചറിയാനാവാത്ത ആദ്യമധ്യാന്തമില്ലാത്ത പരബ്രഹ്മമായ അങ്ങേ എനിക്ക് അല്പമെങ്കിലും മനസ്സിലാവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടുള്ള സാക്ഷാൽ ശ്രീമൻ നാരായണൻ തന്നെയാണ് അങ്ങ്. അപ്പോൾ ഭഗവാനെ, ലക്ഷ്മീനാഥ ഭഗവതിയാണ് സീതാദേവി, അനന്തനാണ് ലക്ഷ്മണൻ എന്നെല്ലാം അങ്ങയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ഇന്ന് അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ ആശ്രമത്തെ പാവനാക്കണം, അടുത്ത ദിവസം അയോധ്യാപുരിക്ക് പോവാം എന്ന് പറയണു. അപ്പോൾ ആ മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ പർണശാലയിലേക്ക് പ്രവേശിച്ചു. ഒരു കൊട്ടാരങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും താമസിക്കില്ല എന്നാണ് പറഞ്ഞേക്കണത് കേട്ടോ. പലരും പറയുമ്പോൾ ചോദിക്കുക അവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു, പിന്നെന്താ ഇവിടെ വന്ന് താമസിക്കണേന്ന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ പർണശാലകൾ മുനികന്മാരുടെ ആശ്രമമാണ്. അവിടെ ആ ഒരു ഭാവത്തിലാണ്. അപ്പോൾ ആശ്രമത്തിൽ ചെന്ന് അവിടെ ഇരുന്ന് അദ്ദേഹത്തിനോട് കൂടി ഇരുന്നു. അങ്ങനെ അവിടെ സന്തോഷമായിട്ടിരുന്നു എന്നുള്ള ഭാഗം വരെയാണ് നമ്മൾ പാരായണം ചെയ്തത്. അടുത്ത ഭാഗം പാരായണം ചെയ്യാനായിട്ട് ഹനുമത് ഭരത സംവാദമാണ് ഇനി. അത് കഴിഞ്ഞാൽ അയോധ്യ പ്രവേശം, പിന്നെ ശ്രീരാമ പട്ടാഭിഷേകം ആണ്. അപ്പോൾ ഈ സംവാദം കൂടി വായിച്ചാൽ നമ്മളിവിടെ സമർപ്പിക്കും. നാളെ അയോധ്യ പ്രവേശം, ശ്രീരാമ പട്ടാഭിഷേകം വായിച്ചിട്ട് നമ്മളുടെ അത് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. പിന്നെ വാനരന്മാർക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ അർച്ചനയ്ക്കൊക്കെ ശേഷം വായിച്ച് സമർപ്പിക്കാം. ഈ കുറച്ച് ഭാഗം കൂടി പാരായണം ചെയ്യാം.
കാരണം എത്രയോ കാലമായി അവിടെ കാത്തിരിക്കണ ആ ഭരതസ്വാമി അവിടെ കാത്തിരിക്കണു അല്ലേ, നമ്മുടെ സംഗമേശൻ ആ കാത്തിരിക്കുകയാണ്. ജ്യേഷ്ഠൻ്റെ വരവിന് വേണ്ടി ആ മനസ്സ് കണ്ടറിഞ്ഞ് ഇവിടെ വെച്ച് നിർത്തിപ്പോയി ആ ഭരതസ്വാമി അങ്ങനെ എത്താത്തതിൻ്റെ സങ്കടാവില്ലേ, കാത്ത് പിന്നെ ഇരുത്താം. അപ്പം അതും കൂടിയും കഴിഞ്ഞിട്ടാവാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഹരേ രാമ ഹരേ രാമ. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചതാ അനിലാത്മജനോടു രാഘവൻ ചെന്നയോധ്യാപുരം പ്രാപിച്ചു. സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടു എന്നുട വൃത്താന്തവും പുനാരൊന്നൊഴിയാതവനോടു ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടേകാന്തമായി അറിയിച്ചിടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്താൻ ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനൻ. പാതുകവും വച്ചു പൂജിച്ച നാരദം ചേതസാരാമനെ ധ്യാനിച്ചു ശുദ്ധനായി. സോദരനോടും അമാത്യജനത്തോടും മാതരാപൂർവം ജടാവൽക്കലം പുണ്ടു മൂലാഫലവും ഭുജിച്ചു കൃശങ്കനായി. ബാലനവനോടും കൂടെ വാഴുന്നതു മാരുതിയും ബഹുമാനിച്ചിതേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു. വണങ്ങി വിനീതനായി നിന്നു മധുരമമ്മാറു ചൊല്ലിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണാനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും മതരവേടും ഏറും പ്ലവകുല ബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു. മാനസേ ശോകവും തീർന്നു ശോകവും തീർന്നു വസിക്കാമിനി ചിരം. ഇത്തമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമോചിതനായി വീണു. സത്വരാശ്വസ്തനായ നേരം പുനരുദ്ധായ ഗാഠമായ ആലിംഗനം ചെയ്തു. വാനരാവീരാശിരസി മുതാവര ആനന്ദബാഷ്പാമഭിഷേകവും ചെയ്തു. ദേവോത്തമനോ നരോത്തമനോ ഭവാനേവമെന്നെ കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിനു അനുരൂപമായി തുഷ്ട്യാതരൂവതിന്നില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാഗം ധരികിലും തുല്യമായി വന്നുകൂടാ പുനാരെങ്കിലും. ചൊല്ലിയിടോ രാമകീർത്തനം സൗഖ്യതം മാനവാനാഥനോ വാനരന്മാരോടു കാനനേ സംഘമുണ്ടായതെങ്ങിനെ. വൈദേഹിയെ കട്ടുകൊണ്ടാവാറങ്ങിനെ യാതുദാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം ചൊല്ലിനൻ മാരുതാപുത്രനും. എങ്കിലോ നിങ്ങളെ ചിത്രകൂടാജലത്തിങ്കൽ നിന്നാധി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ളോരവസ്ഥകൾ ആദര ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നു പോം ദുഃഖ വിനാശം തപോനിതേ എന്നു പറഞ്ഞറിയിച്ചാനഖിലവും. മന്നവൻ തൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്നമിത്രഭൃത്യമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ. ജാനകീ ജീവനസ്മരണം. ഇതും
കൂടിയും വായിക്കാം കേട്ടോ, ഒരെണ്ണം കൂടിയും വായിക്കാം. അയോധ്യ പ്രവേശം കേട്ടോ. ശത്രുഘ്നോടു ഭരതകുമാരനു മത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനം രാധാൻ എഴുന്നള്ളും നേരത്തു രാജാമലങ്കരിക്കണം. എല്ലായിടവും ക്ഷേത്രങ്ങൾ തോറും ബലി പൂജയോടും അത്യാസ്തയാ ദീപാവലിയും ഉണ്ടാകണം. സൂതവൈതാളിക വന്ദിസ്തുതി പാടകാദി ജനങ്ങളൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം. വാദ്യാദികളും ഒരുക്കണമേ വരും. രാജ്യതാര്യങ്ങളമാത്യ ജനങ്ങളും വാചീകജാരതാ പങ്ക്തി സൈന്യങ്ങളും വാനരാനാരീ ജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരണമെല്ലാവരും. ചേർക്ക കൊടിക്കൂറുകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കുകയും വേണം. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണംപുരദ്വാരി ചേർക്ക സമസ്തരും. താപസാവൃന്ദവും ഭൂസുരാവൃന്ദവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. പൗരാജനങ്ങളാബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം. ശത്രുഘ്നും ഭരതജ്ഞയാ തത്പുരം ചിത്രമമ്മാർ അലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരാജനങ്ങൾ നിറഞ്ഞീതയോധ്യയിൽ. വാരണേന്ദ്രന്മാരൊരു 10,000 തേരുമവണ്ണം 10,000 100,000 തുരകങ്ങളുമുണ്ട് 500,000 കാലാൽപ്പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴറിനാൻ. പാതുകം മുതനീ വച്ചു ഭരതനും പാദചാരണ നടന്നു തുടങ്ങിനാൻ. ആദര ഉൾക്കൊണ്ട് ശത്രുഘ്നാകിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണചന്ദ്രാഭമാം പുഷ്പകാമന്നേരം കാണായി ചമഞ്ഞു ദൂരെ മനോഹരം. പൗരാജനാദികളോടു കുതൂഹലന്മാരുതാപുത്രൻ പറഞ്ഞാരതു നേരം. ബ്രാഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേലരവിന്ദ നേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യരായുള്ളൊരു സൈന്യസമന്വിതം കണ്ടുകൊൾവിൻ. പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതിയാത ശബ്ദംഘന അഭ്രദേശത്തോളം ഉൽപ്പതിച്ചു ബലാൽ. ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരവം കോലാഹലം പറയാവതല്ലേതുമേ. വാരണാവാചീരഥങ്ങളിൽ നിന്നവർ പാരിയിലിറങ്ങി വണങ്ങിനാനേവരും. ചാരു വിമാനഗ്ര സംസ്ഥിതാനാം ജഗത്കാരണാഭൂതനെ കണ്ടു ഭരതനും. മേരു മഹാഗിരി മുദനീ ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിയിടിനാൻ. പുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം. ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനുമായി വിമാനം കരേറിയിടിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുത്സംഗസീമനീ ചേർത്തിനാൻ. കാലാമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാശ്രുധാരയാ സോദരാമുദനി വർഷിച്ചു വാത്സല്യപൂർവകം. വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്ന പൂർവജനം ഭരതൻ പദം ഭക്തിയാ വണങ്ങിനാനാശു സൗമിത്രിയെ. ശത്രുഘ്നും വണങ്ങിടിനാനാദരാൽ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിനാൻ. സുഗ്രീവൻ അങ്കദൻ ജാമ്പുവൻ നീലനും ഉഗ്രനം മൈന്ദൻ വിവേദൻ സുഷേണനും താരൻ ഗജൻ ഗവേയൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനാസനും ശൂരൻ വിനേതൻ വികടൻ നദീമുഖൻ ക്രൂരൻ കുമുദൻ ശതാവലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും സ്ഥിരനാകും ഗന്ധമാതനൻ കേസരി മറ്റുമേവം കബീനായകന്മാരെയും മുറ്റുമാനന്ദേന കാഠം പുണർന്നിതു. മാരുതി വാചാപരതകുമാരനും പൂരുഷാവേഷം ധരിച്ച കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വധിച്ചാരവർകളും. സുഗ്രീവനെ കനിവോടു പുണർന്നതാ ഗദ്ഗദാ വാച പറഞ്ഞാൻ ഭരതനും. നൂനം ഭവൽ സഹായേന രഘുവരൻ
മാനിയാം രാവണൻ തന്നെ വധിച്ചതും 4 സുതന്മാർ ദശരഥാഭൂപനിൽ ഇക്കാലം 5-മനായി ചമഞ്ഞു ഭവാൻ. പഞ്ചമാഭ്രാതാ ഭവാനിനി ഞങ്ങൾക്കു കിഞ്ചിന സംശയമില്ലെന്നറിയടോ. ശോകാതുരനായ കൗസല്യതൻ പദം രാഘവൻ ഭക്തിയാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. കൈകേയിയാകിയ മാതൃപദത്തെയും കാകുൽസ്ഥനാശു സുമിത്രപാദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും വന്ദിച്ചു അവരുമിണച്ചു തഴുകിനാൻ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൽ ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവൾക്ക്. സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദം ഉൾക്കൊണ്ടു പുണർന്നാരവർകളും സുഗ്രീവനാദികളും തൊഴുതീടിനാൻ. അഗ്രേ വിനീതയായി നിന്നിതു താരയും ഭക്തിപരവശനായ ഭരതനും ചിത്താവഴിഞ്ഞു തൊൽപാതുകാദ്വന്ദ്വവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ത്വയാ ദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്കൽ സമർപ്പിച്ചിതാദരാൽ. ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേൻ അടിയനിന്നു നിർണയം. ഇന്നു മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭോ. പണ്ടേതിലിന്നു 10 മടങ്ങായുടനുണ്ടിയോ രാജഭണ്ഡാരവും ഭൂപതേ. ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ. നിന്നുടെ കാരുണ്യമുണ്ടാക കൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യജമല്ലൊട്ടും ഭവാനാൽ. ഇനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാൻ. ഇനി മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിധേ. ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടളവെത്രയും ഭാരം പ്രശംസിച്ചു വാഴ്ത്തിനാൻ. ജാനകീ ജീവനസ്മരണം. രാമ രാമ. ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞത് പ്രകാരം ഹനുമാൻ സ്വാമി ചെന്നിട്ട് പറയണു, അയോധ്യയിൽ ചെന്നിട്ട് ഭരതനെ കണ്ട് വിവരങ്ങളൊക്കെ പറയണം, അവനോട് എല്ലാം സംഭവിച്ചതെല്ലാം ഒന്നുകൂടാണ്ട് പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനവിടെ എത്തണേക്കാൾ മുമ്പ് ഹനുമാനെ പറഞ്ഞേക്കാണ്, എന്തെങ്കിലും ഒരു അവിവേകം അനിയൻ കാണിക്കാൻ ഇടവരരുത് എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഹനുമാൻ ഒരു മനുഷ്യൻ്റെ വേഷം ധരിച്ചിട്ട് പോയി വേഗം ആ നന്ദിഗ്രാമത്തിൽ ചെന്ന് ഭരതനെ കണ്ടുവാണെങ്കിൽ. അപ്പോൾ ഭരതൻ എങ്ങനെയാണ് ആ സിംഹാസനത്തിൽ ആ പാതുകങ്ങളൊക്കെ വെച്ച് പൂജിച്ചിട്ട് ആ ജടാവൽക്കരൊക്കെ ധരിച്ചിട്ട് അല്പാഹാരം കൊണ്ട് ശരീരമൊക്കെ ഇങ്ങനെ മെലിഞ്ഞിട്ടാണ് കൃഷ്ണശരീരനായിട്ട് അനുജനോടും കൂടിയിട്ട് വാഴുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഹനുമാൻ സ്വാമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പറഞ്ഞു, ഇത്രയ്ക്കും ഒരു ഭക്തിയുള്ള ഒരു ലോകത്ത് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അത് പറഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. താൻ ആര് എന്ന് പറയണേക്കാൾ മുമ്പ് അത് പറഞ്ഞ് നമസ്കരിച്ചിട്ടാണ് പറഞ്ഞത്, ഞാനിതാ ഹനുമാനാണ്, എന്നെ ശ്രീരാമചന്ദ്രപ്രഭുവാണ് അവിടേക്ക് പറഞ്ഞയച്ചത്. അല്പം സമയത്തിനുള്ളിൽ അദ്ദേഹം ശ്രീരാമചന്ദ്രപ്രഭു സീതാസമേതനായിട്ട് ലക്ഷ്മണനോടും വനര സൈന്യത്തോടും സുഗ്രീവാദികളായിട്ടുള്ള വനര സൈന്യത്തോടും വിഭീഷണാദികളായിട്ടുള്ള ആ രാക്ഷസ സൈന്യത്തോടും കൂടിയിട്ട് പുഷ്പക വിമാനത്തിലൂടെ വന്നിറങ്ങും. ആ രാവണനെ വധിച്ചിട്ട് ദേവിയെ വീണ്ടെടുത്തിട്ട് ദേവന്മാരോട് കൂടിയിട്ട് ആദരിക്കപ്പെട്ട ആ ശ്രീരാമനേതാ ഇവിടെ വന്ന് അങ്ങേക്ക് കാണാൻ അടുത്ത് തന്നെ കാണാൻ സാധിക്കും. ഇനിയുള്ള കാലം മുഴുവൻ ആ ശ്രീരാമനോട് കൂടിയിട്ട് യാതൊരു ദുഃഖങ്ങളും ഇല്ലാണ്ട് ഈ ജന്മത്തെ ദുഃഖമെല്ലാം അനുഭവിച്ചു തീർത്തു. ഇനി ഒന്നുമില്ല, ഇനി സുഖമായിട്ട് ജീവിക്കാം എന്ന് പറയണു. ഇത് കേട്ടപ്പോൾ ആദ്യം തന്നെ ആ ഭരതൻ സന്തോഷം കൊണ്ട് മോഹാലസ്യപ്പെട്ട് വീണു. വീണിട്ട്
ആ പരിചരണങ്ങളെ കൊണ്ട് ആ ബോധം തെളിഞ്ഞപ്പോൾ ഹനുമാനെ മുറുകെ മുറുകെ പുണർന്നുകൊണ്ട് പറഞ്ഞ വായുപുത്രൻ്റെ ശിരസ്സിലെ ആനന്ദബാഷ്പം കൊണ്ട് അഭിഷേകം ചെയ്തു എന്ന് പറയണു. അങ്ങനെ അങ്ങ് ആരാണ്? ദേവനാണോ, മാനവശ്രേഷ്ഠനാണോ, ആരായാലും എൻ്റെ അടുത്ത് വന്നത് കൃപയോട് പറഞ്ഞിന് ഇത്രയും സന്തോഷം പകർന്നു തന്നതിനൊരു സമ്മാനം തരാനൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. ഈ എൻ്റെ ദുഃഖമില്ലാണ്ടാക്കി അങ്ങേക്ക് ആ മേരുപർവ്വതത്തിനോടുകൂടി ഈ ലോകം തന്നെ പാരിതോഷികമായിട്ട് തന്നാലും മതിയാവില്ല. പക്ഷേ ആനന്ദപ്രദമായിട്ടുള്ള രാമകീർത്തനം പറയൂ, രാമൻ്റെ കഥ പറയൂ. എങ്ങനെയാണ് വാനരന്മാരുമായിട്ട് സഖ്യം ഉണ്ടായത്, എങ്ങനെയാണ് രാക്ഷസൻ സീതയെ കൊണ്ടുപോകാനുള്ള കാരണമൊക്കെ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചിത്രകൂടാചലത്തിൽ വെച്ച് കണ്ടു പിരിഞ്ഞതിന് ശേഷമുള്ള വൃത്താന്തമെല്ലാം വിശദമായിട്ട് ആ ഹനുമാൻ സ്വാമി പറഞ്ഞു കൊടുത്തിട്ട്, അപ്പോൾ എല്ലാവരും അവിടെ കൂടിയവർ മുഴുവനും ആ അന്തപുരത്തിൽ കൊട്ടാരത്തിലുള്ളവർ മുഴുവനുണ്ട്. ഭരതനും ശത്രുഘ്നനും മറ്റുള്ളവരെല്ലാവരും ഇത് വന്നപ്പോഴേക്കും അറിഞ്ഞ എല്ലാവരും അവിടെ വട്ടം കൂടിയുണ്ട്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനൊരു കഥ അവർക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. രാക്ഷസൻ വന്നതും കൊണ്ടുപോയതും രക്ഷിച്ചതുമായിട്ടുള്ള കഥകൾ കേട്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ഭരതൻ ശത്രുഘ്നനോട് അയോധ്യാപുരി വേണ്ട വിധത്തിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശം കൊടുത്തു. അപ്പോൾ അത് ശത്രുഘ്നൻ ഭരതൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് അതൊക്കെ വേണ്ട വിധത്തിലായിട്ട് എല്ലാം ഒരു രാജകീയമായ സ്വീകരണത്തിന് വേണ്ടതെല്ലാം ഒരുക്കി. അങ്ങനെ ആ സമയത്ത് ഈ ശത്രുഘ്നനും ഭരതനും കൂടിയിട്ട് കാൽനടയായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി മുന്നാക്കം നടക്കുക, കാൽനടയായിട്ട് ആനയിക്കാൻ വേണ്ടി നടക്കുമ്പോൾ അകലെ ആകാശത്തിൽ പുഷ്പക വിമാനം കാണുന്നു. അപ്പോൾ ആ ബ്രഹ്മനിർമ്മിതമായ പുഷ്പക വിമാനത്തിൽ രാമനും സീതയും ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും മറ്റുള്ള എല്ലാവരും കൂടിയിട്ട് വിളങ്ങുന്ന അത് ഹനുമാൻ സ്വാമി കാണിച്ചു കൊടുത്തു. നോക്കൂ, അവിടെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ വിമാനം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് എല്ലാവരും അബാലവൃദ്ധം ജനങ്ങളും ഉറക്കെ രാമചന്ദ്ര ശ്രീരാമചന്ദ്ര പ്രഭോ എന്ന് പറഞ്ഞ അർത്ഥ വിളിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് എത്രയോ കാലമായിട്ട് ഈ രാമചന്ദ്രനെ കാണാൻ കാത്തിരിക്കണം എല്ലാവരും. അതുപോലെ ആനപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നൊക്കെ തേരിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഇറങ്ങിയതാ. എല്ലാവരും ആ മണ്ണിൽ വീണ് ശ്രീരാമചന്ദ്രനെ നമസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രീരാമനെ കണ്ടിട്ടുകൂടി ഭരതൻ അത്രയും ആ മേരുപർവ്വതത്തിൻ്റെ മുകളിൽ കാണുന്ന ചന്ദ്രൻ ബിംബത്തിൻ്റെ ശോഭയോട് കൂടിയിട്ടുള്ള ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കണ്ടപ്പോൾ വീണ് അവിടെ വീണിട്ട് ഉറക്കെ ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് അവിടെ വീണ് നമസ്കരിച്ചു. ആ സമയത്ത് ആ വിമാനം മെല്ലെ അവിടെ താണു വന്നു. അങ്ങനെ ആ ആനന്ദബാഷ്പം ഒഴുക്കിക്കൊണ്ട് ഭരതനും ശത്രുഘ്നനും ആ തേരിൽ കയറിയിട്ട് എല്ലാവരെയും ആ ശ്രീരാമചന്ദ്രൻ അഞ്ചന്മാരെ തൻ്റെ മടിയിൽ പിടിച്ചിരുത്തി വളരെ കാലം കണ്ടിട്ട് കാണുന്ന അനുജന്മാരെയൊക്കെ മുറുകെ തലോടിയിട്ട് എല്ലാവരുടെയും ആ ശിരസ്സിലും രണ്ടുപേരുടെയും ശിരസ്സിൽ ചുംബിച്ചുകൊണ്ട് ആ സന്തോഷം പരസ്പരം പങ്കിടുകയാണ്. ആനന്ദ കണ്ണുനീർ കൊണ്ട് സഹോദരന്മാരിതാ അവരുടെ ആ ശിരസ് നനച്ചു കളഞ്ഞു. ഭഗവാന്റെ ആനന്ദ കണ്ണുനീര് ആലോചിച്ച് നോക്കൂ. സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ആനന്ദ ബാഷ്പങ്ങളെ കൊണ്ട് ആ അനുജന്മാരുടെ ശിരസ് നനഞ്ഞുപോയി. ഇങ്ങനെ ആ വാത്സല്യം കൊണ്ട് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിക്കുന്നു, സീതയെ നമസ്കരിക്കുന്നു, അങ്ങനെ എല്ലാവരെയും നമസ്കരിക്കുന്നു. അതുപോലെ വനരന്മാരായവരെ മുഴുവനും പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ടും വീണ് നമസ്കരിച്ചുകൊണ്ടൊക്കെ അവരവരുടെ സന്തോഷം പങ്കിടുകയാണ്. അങ്ങനെ ഹനുമാൻ എൻ്റെ ഭരതനും അതുപോലെ മറ്റുള്ളവരൊക്കെ പരസ്പരം ആ ക്ഷേമം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഹനുമാൻ സ്വാമി പറഞ്ഞു ഇതാണ് സുഗ്രീവൻ എന്ന് പറഞ്ഞു. സുഗ്രീവനെ കാണിച്ചു കൊടുത്തു. പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ അങ്ങയുടെ സഹായം കൊണ്ടാണ് രാവണനെ വധിച്ചത് എന്നുള്ള കാര്യം തീർച്ചയാണ്. ദശരഥ മഹാരാജാവിന് ഇതുവരെ 4 പുത്രന്മാരായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5ാമതൊരു പുത്രനും കൂടിയായി. ഇനി ഞങ്ങൾ 4 പേരല്ല 5 പേരാണ് എന്ന് പറഞ്ഞു. അതിന് സംശയമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീരാമചന്ദ്ര പ്രഭു നോക്കുകയാണ്, എവിടെയാണ് തൻ്റെ അമ്മ എവിടെയാണെന്ന് നോക്കണു. ആ കൗസല്യ അമ്മയെ കണ്ടപ്പോൾ
കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് മകനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അമ്മയുടെ മാറിടങ്ങൾ ചുരന്നൊഴുകണു അത്ര വാത്സല്യം കൊണ്ട്. അപ്പോൾ ആ സമയത്ത് പോലും മുലപ്പാൽ ചുരന്നൊഴുകാൻ തുടങ്ങി. അങ്ങനെ ആ മാറിടത്തെ നനച്ചുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് നിൽക്കണം അമ്മയുടെ ആ പാദത്തിൽ ചെന്നിട്ട് നമസ്കരിച്ചപ്പോൾ അമ്മ മുറുകെ പുണർന്നുകൊണ്ട് ആ മകനെ കൊതി തീരുന്നോളം ആ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണു. അതുപോലെ തന്നെ സൗമിത്രിയുടെ പാദത്തിൽ ലക്ഷ്മണൻ ചെന്ന് നമസ്കരിക്കുന്നതായിട്ടുള്ള അങ്ങനെ അമ്മമാരെയൊക്കെ നമസ്കരിക്കുന്നതായിട്ടുള്ള അത്രയും ആ സ്നേഹത്തിൻ്റെ ഒരു വൈകാരിക വേലിയേറ്റം നടക്കണ മനോഹരമായ ഒരു രംഗം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഭരതൻ വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അതുവരെ ശിരസ്സിൽ വച്ചിരിക്കുന്ന ആ പാദുകങ്ങളെടുത്ത് ഭഗവാന്റെ പാദത്തിൽ ചേർത്തുകൊണ്ട് പറഞ്ഞു, അങ്ങ് തന്ന രാജ്യം ഞാൻ ആദരപൂർവം ആ രാജ്യത്തെ പരിപാലിച്ചുകൊണ്ട് അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഇന്ന് ഞാൻ കൃതാർത്ഥനായി, എൻ്റെ ജന്മം സഫലമായി, എൻ്റെ എല്ലാ അഭിലാഷവും സാധിച്ചു. പണ്ടുണ്ടായിരുന്നതിൻ്റെ 10 മടങ്ങുണ്ട് ഇന്നത്തെ രാജ്യം. ആ രാജ്യത്തിൻ്റെ അഭിവൃദ്ധികൾ, ആന, തേര്, കുതിരകൾ, കാലാൾപ്പടകൾ, അതുപോലെ ധനസമ്പത്തുകളൊക്കെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെയും 10 മടങ്ങ് ഇരട്ടിയായിട്ട് അവിടെ ഉണ്ട്. അത് അങ്ങനെ ഞാൻ രാജ്യം പാലിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് അവിടുത്തെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളൊക്കെ എപ്പോഴും മറന്നു പോണ കാര്യമല്ലേ, നമ്മൾ നമ്മുടെ കഴിവുകൊണ്ടാണെന്നാണ് വിചാരിക്കണേ. അവിടെ ഈ രാജ്യത്തിനെ വേണ്ടതുപോലെ പരിപാലിച്ച ഭരതൻ, നമ്മുടെ സംഗമേശൻ, നമ്മുടെ കൂടൽ മാണിക്യസ്വാമി പറയണു, ഇതൊന്നും എൻ്റെ കഴിവല്ല ജ്യേഷ്ഠ, അങ്ങയുടെ കാരുണ്യമാണ്, അങ്ങയുടെ അനുഗ്രഹമാണ്. നമ്മളെപ്പോഴും മറന്നു പോണതാണ്. തേവരുടെ മുമ്പിൽ വെച്ച് എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ ഇതൊന്നും എൻ്റെ കഴിവല്ല ഭഗവാനെ, അവിടുത്തെ കാരുണ്യമാണ്, അവിടുത്തെ അനുഗ്രഹമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പാൽപ്പായസം കഴിപ്പിക്കണം, ഒരു തുളസിമാല ചാർത്തുണ്ടെങ്കിൽ അതിന് പോലും കണക്ക് പറയും അല്ലേ. നമ്മൾ പറയും, ഞാനാ അന്ന് പാൽപ്പായസം കഴിപ്പിച്ചേ, ഞാനാ അന്ന് തുളസിമാല കിടക്കണുണ്ടോ, ഞാൻ ചാർത്തിയ തുളസിമാലയാണ്, ഞാൻ കൊടുത്ത പാൽപ്പായസം കുടിച്ചിട്ടാണ് ഭഗവാൻ. അപ്പോഴാ ഭഗവാനേക്കാൾ എത്രയോ മീതെ നിന്നിട്ടാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. അങ്ങനെയല്ല, ആ ഭഗവാന്റെ അങ്ങനെ സമർപ്പിക്കാനൊരു സമർപ്പണം നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നുള്ളതാണ്? ഭഗവാൻ തന്നത് തന്നെയാണ്. ഭഗവാൻ തരാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലേ? എപ്പോഴും അത് എൻ്റെ ഉള്ളിൽ അത് പറയുമ്പോഴൊക്കെ എനിക്ക് ആ ശബരിമല അയ്യപ്പസ്വാമി ഓർമ്മ വരിക. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് പോണ സമയത്ത്, പോണതിന് മുമ്പ് കെട്ടുനിറക്കൊക്കെ മുമ്പ് അച്ഛൻ എല്ലാവരുടെ കയ്യിലും 10 ഉറുപ്പ്യ തന്ന് വയ്ക്കും. എന്നിട്ട് പറയും, ഇത് കഴിഞ്ഞാൽ നമസ്കരിക്കാനാട്ടോ ദക്ഷിണ വെച്ചതെന്ന് പറയും. കുറച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ആ കെട്ടുനിറച്ചേറ്റി നിൽക്കുമ്പോൾ നമ്മൾ അച്ഛനെ നമസ്കരിച്ചിട്ട് ആ 10 രൂപ അവിടെ കൊടുക്കും. അതുപോലെയല്ലേ ഭഗവാൻ ഇതെല്ലാം നമുക്ക് തന്നിട്ട്, ഇതൊക്കെ ഇതുകൊണ്ട് എന്നെ പൂജിച്ചോളൂ, നിങ്ങൾക്ക് ഇനി പൂജിക്കാനൊന്നുമില്ലെങ്കിൽ എന്ത് വേണം, എല്ലാം ഞാൻ തരാം, ഇതുകൊണ്ട് എന്നെ പൂജിച്ചോളൂ എന്ന് പറയുമ്പോൾ, പക്ഷെ നമ്മളങ്ങനെ വിചാരിക്കുന്നുണ്ടോ? മഞ്ഞിലായിന്നു കാണുന്ന ചരാചരങ്ങളാകവേ, ആരായി ചരാചരങ്ങളൊക്കെ സൃഷ്ടിച്ചത്? ഇതെല്ലാം സൃഷ്ടിച്ചത് ആ ഭഗവാനാണല്ലേ. എല്ലാം സ്വന്തമായി കണ്ടിട്ടഹമ്മതി എഴുന്നവർ. കണ്ണനോട് പണ്ട് ചോദിക്കൂലേ, പാലും വെണ്ണയൊക്കെ കട്ടിട്ട് കള്ളാ 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 കള്ളാന്ന് വിളിക്കുന്നു. അപ്പം എങ്ങനെയാ സ്വന്തം ഗൃഹത്തിൽ നിന്നുൺമോഞ്ചോരനാകുന്നതെങ്ങനെ? പാരിലായിന്നു കാണുന്ന ചരാചരങ്ങളൊക്കവേ നമുക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഭഗവാൻ സൃഷ്ടിച്ചു തന്നു. അതൊക്കെ സ്വന്തമായിട്ട് കണ്ടിട്ട് ഹമ്മതി എഴുന്നവർ സത്യത്തിൽ ഇവരാം ചോരർ. നമ്മളല്ലേ കള്ളന്മാർ? നമ്മളെ ഭഗവാനെ വിളിക്കണ്ടേ കള്ളാ കള്ളാന്ന്? ഭഗവാന്റെ ഒക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്നിട്ട് എൻ്റെ എന്ന് പറയണു. ആ സത്യം നമുക്ക് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ആ ഭഗവാന്റെ പാദത്തിൽ ഒരു തുളസിപ്പൂവെങ്കിലും ആ പാദത്തിൽ വെച്ചാൽ അത് മതി ഭഗവാന് സന്തോഷിക്കാൻ. ആ തുളസി ഉണ്ടായത് ശരി, ഈ ഭൂമി, മനോഹരമായ ഭൂമി സൃഷ്ടിച്ച ഭഗവാനാണ്. ആ തുളസിച്ചെടി ആരാ? സാക്ഷാൽ ആ മഹാലക്ഷ്മി തന്നെയാണ് തുളസിയായിട്ട്. ലക്ഷ്മി ഭഗവതി തുളസിയായിട്ട് നിൽക്കണു. ആ ഒരു തുളസിയുടെ ഒരു ഇതളെടുത്തിട്ട് നമ്മുടെ കൈകൊണ്ട് ആ ഭഗവാന്റെ പാദത്തിൽ അതിന് സമർപ്പിക്കാനുള്ള കൈ തന്നത് ആരാ? ആ
ആ ഭഗവാന്റെ പാദത്തിൽ വയ്ക്കാനായിട്ട്. അതിനുള്ളൊരു മനസ്സ് തന്നതാരാ? അവിടേക്ക് നടക്കാൻ, ആ തുളസി പൊട്ടിക്കാൻ, നടക്കാൻ, തിരിച്ചു വരാൻ, ഇതൊക്കെ നമസ്കരിക്കാനുള്ള ശിരസ് തന്നതാരാ? എല്ലാം ആ ഭഗവാനല്ലേ. ആ ഭഗവാനെ എത്രയാണ് വീണ് നമസ്കരിച്ചാലും മതിയാവുക. ഓരോ നിമിഷവും നമ്മൾ പറയണു, ഇവിടെ ഇരുന്ന് നാമം ജപിക്കണം, നമ്മൾ പറയണത് ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ ചെന്നിട്ട് ചെയ്യാൻ, ഇത് കഴിഞ്ഞിട്ട് വേണം എന്ന് പറയണ്ടേ. പക്ഷേ അവിടെ ചെന്ന് ചെയ്യാനുള്ളൊരു കഴിവ്, അതിനുള്ളൊരു സാമർഥ്യം, അതിനുള്ളൊരു പവർ നമുക്ക് തരണത് ആരാ? അപ്പം നമ്മളെ എത്രയും അല്ലേ, നമുക്ക് ആ രാമചന്ദ്രപ്രഭു തന്നെ പറയുന്നുണ്ട്, പരോപകാരം ചെയ്യണവനെ മറക്കണത് ജീവിച്ചിരിക്കണമെങ്കിലും മരിച്ചതിന് ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നത്. നമ്മൾ ആ ചത്ത പോലെ തന്നെയല്ലേ ജീവിച്ചിരിക്കണേ. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പരോപകാര ബുദ്ധി ഭഗവാനോടുണ്ട്. ഇതൊക്കെ തന്ന ഭഗവാനോട് ഒരിഷ്ടം, ആ ഭഗവാനോടൊരു സ്നേഹം, ആ ഭഗവാനെ മനസ്സറിഞ്ഞ് സമർപ്പിക്കുക. ഒരു നാമമാണെങ്കിൽ ഒരു നാമം നമ്മൾ മനസ്സറിഞ്ഞ് സമർപ്പിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്, അവനവൻ്റെ ഉള്ളിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഇതൊക്കെ ഓരോന്നും. എങ്ങനെയാ ഭരതൻ രാജ്യം ഭരിച്ച് നമ്മുടെ തൊട്ടടുത്തല്ലേ കൂടൽമാണിക്യസ്വാമി, നമ്മുടെ മുമ്പിലല്ലേ ആ സംഗമേശൻ നിൽക്കണത്. സംഗമേശ്വരാ പാഹി മാം പാഹി മാം, സംഗമേശ്വരാ പാഹി മാം പാഹി മാം, സംഗമേശ്വരാ പാഹി മാം പാഹി മാം, ദീനബന്ധോ ദയാലോ മഹാമതേ. ആ സംഗമേശ്വരൻ നമ്മുടെ മുമ്പിൽ നിന്ന് കാണിച്ചു തരണു എങ്ങനെയാണ് വേണ്ടത്, നമ്മുടെ ജീവിതം എങ്ങനെ വേണം. ഇതെല്ലാം ഈശ്വരൻ തന്നതാണ് എന്ന് വിചാരിച്ച് ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കഴിവിൻ്റെ പരമാവധി അല്ലേ ഒരു 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടാണ് തിരിച്ചു കൊടുത്തത്. അതുപോലെ നമുക്ക് ചെയ്യേണ്ട ഓരോ കർമ്മവും പരമാവധി 10 മടങ്ങ് കൂട്ടിയിട്ട് ഭഗവാന്റെ അവിടെ കൊണ്ടുവന്നിരുത്താൻ നമുക്കൊരവസരം തന്നിട്ടുണ്ടെങ്കിൽ ആ അവസരത്തിൽ 10 മടങ്ങ് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒരാൾ നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവം ഒരാളെ കൊണ്ട് നമുക്കിവിടെ കൊണ്ടുവന്നിരുത്താറാവണം. അതുകൊണ്ടല്ലേ കാര്യമുള്ളൂ. നമുക്ക് നല്ല വസ്തുക്കൾ ലഭിക്കുമ്പോൾ അത് പങ്കുവെച്ച് കൊടുക്കാറില്ലേ നമ്മൾ? അതുപോലെ ഇതും പങ്കുവെച്ച് മനസ്സിലാക്കി കൊടുത്ത് ഒരാളെയും കൂടി ഇങ്ങോട്ട് എത്തിച്ചാൽ അത് ഭാഗ്യമല്ലേ. എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ. അത്രയും മനോഹരമായ ഒരു രംഗമാണ് നമ്മൾ പാരായണമെങ്കിൽ സമർപ്പിച്ചത്. കാത്തിരുന്ന് ഭരതനും ശ്രീരാമസ്വാമിയും കണ്ടുമുട്ടുന്ന ആ രംഗം, അതിനെപ്പോലെ മനോഹരമായിട്ടൊരു രംഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മനസ്സിലെപ്പോഴും ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ അത്രയും ആ രംഗത്തിൽ നമ്മളും അവരിൽ അവരെയൊക്കെ നമ്മളും കുറേ കാലത്തിന് ശേഷം കാണുന്നത് പോലെ അതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പോലെയുള്ളൊരു അനുഭവമാണ് എപ്പോഴും ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ. എല്ലാവരുടെ ഹൃദയം ആർദ്രമാക്കാൻ രാമായണം സഹായിക്കട്ടെ. നമുക്കങ്ങനെ ആർദ്രത വേണം, കഠിനമായിട്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയം ആർദ്രമാവണം. അവനവൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേൾക്കുമ്പോഴല്ല, ആരുടെ ആയാലും എന്തായാലും മറ്റുള്ളവരുടെ ആ ദുഃഖങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതിനെ ദുഃഖിക്കാനും അവർക്ക് വേണ്ടത് സഹായം ചെയ്തു കൊടുക്കാനോ, മറ്റുള്ളവരുടെ സന്തോഷം കേൾക്കുമ്പോൾ അതിൽ സന്തോഷിക്കാനും അവരൊക്കെ അനുമോദിക്കാനുള്ളൊരു മനസ്സ്, അങ്ങനെ ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് അത് ഈശ്വരനിരിക്കാനുള്ള ഇരിപ്പിടായിട്ട് തീരുക. എല്ലാവരുടെയും മനസ്സ് അതുപോലെയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഇത്രയും വരെ നമുക്കത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട് നിങ്ങളോട്. അതിന് നിങ്ങൾക്ക് നേരം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെന്താണെന്ന് വെച്ചാൽ നേരമില്ല വെച്ചാൽ സാരമില്ല, കഥകൾ കേൾക്കണ്ട വെച്ചാൽ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്തവണത്തെ തിരുവോണത്തിന് ഭഗവാന്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടായിട്ടുണ്ട്. പിറവത്ത് ഒരു ബാലൻ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അമ്പലത്തിൽ തിരുവോണൂട്ടാണ്, അവിടെ സത്സംഗമുണ്ട്, അങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്മയെ സുദർശനാമ്മയായിട്ടല്ല ക്ഷണിക്കണേ, ഉരകത്തമ്മ തിരുവടിയായിട്ടാണ് ക്ഷണിക്കണേ
കാരണം അങ്ങനെ ഒരു നിയോഗം ഞങ്ങൾക്കുണ്ട്. ഊരകത്തമ്മയാണ് അത്ര അവിടെ പോയതുണ്ട്. അപ്പോൾ ഊരകത്തമ്മ ഇതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇനി ആരെ വേണം എന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഊരകത്തമ്മ വരണ പോലെയാണ്. അതൊരു നിയോഗമാണ്, അതിനെ തള്ളിക്കളയരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ആരുമായിട്ടല്ല, നമ്മൾ ആരുമല്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. എവിടെയും എത്തിയിട്ടില്ല എന്ന് ബോധ്യമുണ്ട്. പക്ഷേ എത്രയോ മഹാത്മാക്കളായിട്ടുള്ളവരുണ്ട്, എത്രയോ പേര് അതിന് ഉചിതമായിട്ടുള്ളവരുണ്ട്. അവരുടെ പേരൊന്നും തോന്നാണ്ട് നമ്മളെ വിളിച്ചു എന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഈ തേവരുടെ അനുഗ്രഹം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഞാനിത് ഏറ്റെടുത്തു എന്ന് വരില്ല. ഈ വർഷം ഞാൻ ധൈര്യമായിട്ട് ഏറ്റെടുക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ഈ രാമായണം 2 ദിവസം അവിടെ ഉണ്ടായിരുന്നിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. മറ്റത് കഴിഞ്ഞ വർഷമാണെങ്കിൽ 2 ദിവസവും ഞാൻ പോവില്ല, ഉറപ്പാണ്. ഈ വർഷം ആ രാമായണം നമുക്കൊരു മുടക്കമില്ലാണ്ട് ഇവിടെ നടത്താൻ മതി. ഒരാളുണ്ടെങ്കിലേ പാടുള്ളൂ എന്നൊന്നുമില്ല, എല്ലാവരുടെയാണത്. ഈ ആൾ വന്നാൽ ശരിയാ, മറ്റാൾ ഇല്ലെങ്കിൽ അങ്ങനെയല്ല, എല്ലാവരുടെയാണ്. അപ്പോൾ നമ്മുടെ തിരുവോണത്തിന് നമ്മളെന്താ സത്സംഗം വയ്ക്കാറുണ്ട്, ഇവിടെ ഇരുന്നിട്ട് സത്സംഗം കഥ പറയാറുണ്ട് ഭഗവാന്റെ. പക്ഷേ അത് കേൾക്കാനും നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ ആരും പുറമേന്ന് ഇവിടെ വന്ന് ഒരു തിരുവോണോട്ടിന് വന്ന് ഒരാളെങ്കിലും പ്രസാദോട്ടിന് വരണവർ ഇവിടെ വന്നിരുന്ന് കഥ കേൾക്കാനോ ആരും വരണില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈയൊരു തിരുവോണം നമുക്ക് നാമജപം, കാരണം എല്ലാവർക്കും തിരുവോണമായ അതുകൊണ്ട് ചിങ്ങമാസത്തിൽ തിരുവോണമാകുമ്പോൾ എല്ലാവർക്കും അവരവരുടെ വീട്ടിലേക്ക് ചെല്ലാണ്ട് ധൃതി ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ വീട്ടിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് സമയം എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ഹരേരാമ നാമം, അതാണല്ലോ നമുക്ക് ഭഗവാൻ തന്നത്. ആ നാമം ജപിച്ചിട്ട് സത്സംഗം നമുക്ക് ഈ വർഷത്തെ സത്സംഗം അങ്ങനെയാക്കി തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം അത് ഇപ്പോൾ പാരായണം ചെയ്തുകൊണ്ട് ഇപ്പോൾ വന്ന ഫോണും, ഞാൻ സാധാരണ ഈ ഫോൺ ഓഫ് ചെയ്തിടാറാണ് പതിവ്. ഇപ്പോൾ വന്ന ഫോണും ആ ക്ഷേത്രത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാവരോടും ഇവിടെ വന്നിട്ടൊന്ന് തേവരോട് ചോദിക്കണ്ടേ എനിക്ക് പോവാണെങ്കിൽ. അപ്പോൾ ഇവിടെ വന്ന് ചോദിക്കണ്ടേ, അത് കാറ്റത്ത് ഇതാ തേവരോട് ചോദിക്കണ്ടേ എന്ന് ഉണ്ട്. അപ്പോൾ ആ തേവരുടെ ഒരു സാന്നിധ്യം തേവരെ അറിയിച്ചതാണ്. ഇപ്പോൾ തേവർക്ക് സമ്മതമാണെന്ന് തേവർ പറഞ്ഞു. പിന്നെന്താ, അപ്പോൾ അതും കൂടി ഇവിടെ ചോദിച്ചിട്ടാവാം എന്നുള്ള ഒരു ഇതിലാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ എന്താ ഇപ്പോൾ എൻ്റെ കാരണം ഉണ്ടായി, ഒരു കാറ്റും കൂടി ഉണ്ടായില്ല. എൻ്റെ അടുത്തേക്കാണ് വന്നത്. അതെ, നരസിംഹമൂർത്തിയാണ് അവിടെ ഇരിക്കുന്നത്, ഉഗ്രം വീരം മഹാവിഷ്ണു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലും കൂടിയാണ്, അതും കൂടി പറയാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കർപ്പൂരം കത്തിച്ചിട്ട് സമർപ്പിച്ചിട്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീരാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരെഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗ പദ്മാവതീ രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം. ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ച മാലം. രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദകം പീതാം ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ. രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ. തീരേണമേ കൃഷ്ണമദീയ ജന്മം. മുല്ലോർലിത്തേവരെ സന്തോഷിക്കണേ സന്തോഷിക്കണേ.